ഹലോ ഫ്രണ്ട്സ്, ബി കെ എടുത്തുക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ SLC IT-യുടെ പ്രവർത്തനം, മൂന്നാമത്തെ പ്രവർത്തനം. അതായത് നമ്മളൊരു ചെടിച്ചട്ടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ക്സ്കേപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരിക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക്, അതായത് IT-യുടെ മാത്രം പ്രത്യേകതയാണ്, നിങ്ങൾക്കിപ്പോൾ റെക്കോർഡ് വെക്കേണ്ട കുറേ ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇത് ചെയ്ത് നോക്കാം. ഇതെന്തായാലും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിലുള്ള അതായത് ഈ ഒരു മോഡൽ പാറ്റേണുകളിൽ എല്ലാം ചെയ്ത് പഠിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ എക്സാമിന് വരുള്ളൂ, പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്തില്ല എങ്കിലും ഞാൻ ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനാദ്യം തന്നെ ഇവിടെ നോക്കാം. പ്രവർത്തനം 3. ഒരു പൂച്ചട്ടിയുടെ ചിത്രം ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ flowers.svg എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഇത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ചെടിച്ചട്ടി വരച്ച് ചേർക്കുക. തയ്യാറാക്കിയ ചിത്രം PNG ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ flowers എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഈ ഒരു ചെടിച്ചട്ടി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. അതിനായിട്ട് തന്നെ നമ്മൾ ആദ്യം ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് എന്ന ഓർഡറിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഈ ബോർഡറിൻ്റെ ആവശ്യമില്ല, ഈ ബോർഡർ നമുക്ക് കളയാം. അതിനായിട്ട് ഫയൽ മെനുവിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഇവിടെ ബോർഡർ എന്നുള്ളൊരു ടിക്ക് മാർക്ക് ഉണ്ട്, അതായത് ഷോ പേജ് ബോർഡർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇതവിടെ ഈ ബോർഡർ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ചിത്രം ആദ്യം ഒന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതായത് എൻ്റെ ഇപ്പോൾ PNG ഫോർമാറ്റിലുള്ള ഇമേജ് ആണുള്ളത്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ SVG ഫോർമാറ്റിലുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യണം. ഫയലിൽ ഓപ്പൺ നമ്മുടെ ഹോമിലായിരിക്കും ഉണ്ടാവുക. ഇമേജസ് 10-ൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ജസ്റ്റ് നമ്മുടെ ഫ്ലവറിൻ്റെ ഇമേജ് ഉണ്ടാവും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദിക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ SVG ഫയലല്ല, PNG ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. എന്നിട്ട് ഫയലിൽ ന്യൂ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ആ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഈ ബോർഡർ കളയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ കാണിച്ചിട്ടാണ്. നിങ്ങൾ സ്കൂളിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എൻ്റെ PNG ഫോർമാറ്റിലുള്ള ഇമേജാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമേജ് ഇമ്പോർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹോമിലെ ഇമേജസ് 10-ൽ ഫ്ലവർ. ഓക്കെ, നമുക്കിതാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ Ctrl+Shift കീ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമെങ്കിൽ ഒരേ സൈസിൽ ഇതിങ്ങനെ കൂടി വന്നോളൂ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ചെടിച്ചട്ടി വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ സർക്കിൾ ടൂളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിതാ ഇവിടെ ടൂൾസ് ബാറിൽ സർക്കിൾ ടൂൾ കാണാം. ക്രിയേറ്റ് സർക്കിൾ, ചെറിയ സർക്കിൾ പോലെ തന്നെ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു എന്താ പറയുക, സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് കാണാം. അതിൽ നിങ്ങൾ സ്റ്റാർട്ട് എന്നുള്ളിടത്തൊന്നും കൊടുക്കണ്ട, പക്ഷേ എൻഡ് എന്നുള്ളിടത്ത് നിങ്ങൾ 180 കൊടുക്കുക. ഒരു സർക്കിളിൻ്റെ ഏരിയ 360 ആണല്ലോ, അപ്പോൾ നിങ്ങൾ 180 കൊടുക്കുക, അതായത് 180 കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതാ പോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഗ്രേഡിൻ്റെ ഒക്കെ യൂസ് ചെയ്യണം. അതിനായിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഓക്കെ, നമ്മുടെ സൈസൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ കിട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതായത് നിങ്ങൾ നോക്കുക, ഇതിൽ തന്നെ ഇവിടെ നല്ല ഡാർക്ക് കളറും, അതായത് ചട്ടിയുടെ അടിവശത്തേക്ക് ഡാർക്ക് കളറും മുകളിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേഡിൻ്റെ കൊടുക്കണം. അതും ലീനിയർ ഗ്രേഡിൻ്റെ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലീനിയർ ഗ്രേഡിൻ്റെ കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് അതായത് നിങ്ങൾക്ക് കണ്ടല്ലെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെ ബോക്സ് അതായത് ചെറിയ ചെറിയ ചതുരപ്പെട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് അവിടെ മൗസിൻ്റെ കേഴ്സർ കൊണ്ടുവെക്കുമ്പോൾ ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞത് കാണാം. നമുക്കിപ്പോൾ വേണ്ട എന്താണ് റേഡിയലൊന്നുമല്ല, നമുക്ക് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് ഇപ്പോൾ വേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലീനിയർ ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടുന്ന് എങ്ങോട്ടാണ് ലൈറ്റ് വേണ്ടതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഓരോ സ്ഥലത്തും ഏത് കളേഴ്സ് വേണമെന്നൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റരുത് നിങ്ങൾക്ക്. അതായത് ഇവിടെ ചെയ്ത് കണ്ടോ, നിങ്ങൾക്ക് അടിയിലേക്ക് ലൈറ്റും മുകളിലേക്ക് ഡാർക്കും ആയിട്ടാണ്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്, താഴേക്ക് ഡാർക്കും മുകളിലേക്ക് ലൈറ്റും ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഇവിടെ ഈ നോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മേലോട്ടാക്കി കൊടുത്താൽ മതി, അതവിടെ കറക്റ്റ് ആയിക്കോളും. ഇനി ഇത് ജസ്റ്റ് ഈ നോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ നിന്ന് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഡാർക്ക് കളറോ നിങ്ങൾക്ക് ഏത് കളർ വേണം ജസ്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളർ ഇവിടെ വരും. അപ്പോൾ താഴത്തെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡാർക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഈ നോഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള റെഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീനിയർ ഗ്രേഡിയൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഫ്ലവർ പോട്ട് നമ്മൾ നന്നായിട്ട് വരച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ആക്ടിവിറ്റി. ഇതിന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ 2 ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം A+ ഉറപ്പാണ്. നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും ഇല്ല. അപ്പോൾ എന്തായാലും ഐറ്റിൽ നിങ്ങൾ എല്ലാവരും A+ വാങ്ങാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് എന്തായാലും സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഇതൊന്ന് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇതങ്ങനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഇവിടെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, നമ്മളത് PNG ഫോർമാറ്റിലേക്ക് ആക്കണം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്ന മുകളിൽ കാണുന്ന പോലെ ചിത്രം ഓപ്പൺ ചെയ്തതിനു ശേഷം തയ്യാറാക്കിയ ചിത്രം PNG ഫോർമാറ്റിൽ ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു വിൻഡോ പോലെ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നമുക്ക് എവിടെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് എവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് exam 10 സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഹോമിലെ exam 10 ആണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തു. ഇത് നമുക്ക് പേര് കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റോൾ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുക. ജസ്റ്റ് റോൾ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു അണ്ടർകോളൻ ഇടുക. ചിലവർ ഇങ്ങനത്തെ ഒക്കെ ഇടും, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അല്ല വേണ്ടത്. ജസ്റ്റ് അണ്ടർകോളൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റ് പറ്റാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് നോക്കുക. ഫ്ലവേഴ്സ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ റോൾ നമ്പർ അടിക്കുക, പിന്നെ ഒരു അണ്ടർകോളം ഇടുക, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെറുതെ ഇങ്ങനെ സേവ് ചെയ്താൽ പോരാ. ഇവിടെ നമ്മൾ എന്താ സെലക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് നമുക്ക് സേവ് ആവേണ്ടതെന്ന് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യും, ഇത് കറക്റ്റായിട്ട് അവിടെ സേവ് ആവുള്ളൂ. ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഐറ്റിയിൽ A+ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണ്, നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ നിർത്തുകയാണ്. ബൈ ബൈ, സൈനിങ് ഓഫ്.